കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ദുബായിലെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു ക്ലൈമറ്റ് ആയി കുറേ സ്ഥലങ്ങൾ കാണാൻ പോകാൻ. ആസ് യു ഓൾ നോ, ദുബായ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സോ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ പൈസ നല്ലപോലെ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ചെറുതായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ എക്സിബിഷൻ പോലെയൊക്കെ തന്നെയാണെങ്കിലും ഇവരത് ഡിവൈഡ് ചെയ്ത് കുറേ കൺട്രീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പവലിയൻ എന്ന് പറയും. ഇപ്പോൾ ടർക്കി, സൗദി അറേബ്യ, അല്ലെങ്കിൽ ഇന്ത്യ, അങ്ങനെ കുറേ ജപ്പാൻ, ചൈന, അങ്ങനെ കുറേ പവലിയൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പവലിയനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നതും അവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നു വിൽക്കുന്നത്, അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ പിന്നെ എല്ലാ സൈഡിലും മുക്കിലും മൂലയിലും കുറേ ഫുഡ് കാര്യങ്ങളും എല്ലാതും ഉണ്ടാവും. ഫസ്റ്റ് ഇപ്പോൾ കുവൈറ്റിൻ്റെ പോയി കഴിഞ്ഞാൽ, പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കൽ അല്ല, ഇന്റർനാഷണൽ ലെവലാണ്. അപ്പോൾ കുവൈറ്റിൽ ഉണ്ടായിരുന്നത് കൂടുതലും ഇതായി കാണുന്ന സാധനങ്ങൾ, ഡ്രസ്സസ്, പെർഫ്യൂംസ്, കുറേ ഡ്രസ്സസ്, നല്ല അടിപൊളി ഡ്രസ്സസ് ഒക്കെയാണ്. പിന്നെ ആണെങ്കിൽ ജ്വല്ലറീസും ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളാം, കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. എല്ലായിടത്തും നോർമലി റേറ്റ് കൂടുതലാണ്. പിന്നെ അത് ഈ ടർക്കിഷ് ഐസ്ക്രീം ഒക്കെ ഉണ്ട്. പക്ഷേ ചോദിച്ചപ്പോൾ തന്നെ 50 തരാം. ഞാനിങ്ങനെ ഓക്കെ ബൈ. പിന്നെ അങ്ങനെ യമൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പകുതിയെ കാണാൻ പറ്റുള്ളൂ. കുറേ ഉണ്ട് നടക്കാൻ. നടക്കാൻ എന്ന് പറഞ്ഞാൽ നടന്ന് 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 നമ്മൾ മട്ടും. ഇതായി കാണുന്നത് ഹണിയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണിയാണ്. ഹണിയിൽ ഓരോന്ന് മിക്സ് ചെയ്തിട്ടൊക്കെയാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അതിൻ്റെ ഒരു സീലിംഗ് പോലും ഇവര് ആ ഒരു കൺട്രി റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെ ഒരു യുണീക്ക് ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാം ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടാണ്, ഞങ്ങളിപ്പോൾ ഒരു നവംബർ ടൈമിൽ പോകുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്കുറവ്. ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടത് വെച്ചിട്ട് നല്ല തിരക്കാവും. പക്ഷെ ഞാൻ ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. സോ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടന്ന് കാണണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കടയിലേക്ക് പോകാണ്ടിരിക്കുക. ബിക്കോസ് അവരാദ്യമായിട്ടല്ല ഒരു കസ്റ്റമറിനെ കാണണേ. നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മളെ പറഞ്ഞ് വാങ്ങിപ്പിക്കാൻ അവർക്കറിയാം. അത് കാരണം സൂക്ഷിച്ചും കണ്ടും ഒരു കടയിൽ കയറുക. തമാശയ്ക്ക് പോലും നമ്മൾ അവിടെ നിന്ന് തിരിയാൻ പാടില്ല, ആവശ്യമില്ലാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് കാണാൻ പോയത് എന്താണെന്ന് ഞാൻ പറയാം. അത് പക്ഷെ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിന് ഇച്ചിരി ലെങ്ത് കൂടി.